ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയും ഇല്ല. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും, പലതിൻ്റെയും പിന്നാലെയുള്ള ഒരു ഓട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ നാം കേൾക്കേണ്ടായി. കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ള യാത്രയിലും തിരുത്തലുകളെ ഉൾക്കൊള്ളുവാനും തിരുത്തലുകളോടുകൂടെ ആ ക്രൂശിലേക്കുള്ള യാത്ര ഒന്ന് ക്രമപ്പെടുത്തണമെന്നൊക്കെയാണ് ഈ നാളുകളിൽ നാം ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ആരുടെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത്? ആരോടൊപ്പമാണ് നാം നമ്മുടെ യാത്ര ക്രമപ്പെടുത്തുന്നത്? നാം ഒരു ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ എന്ന വ്യക്തി ആരുടെ പിന്നാലെയാണ് കടന്നു പോകുന്നത്? ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ? ഞാൻ മനുഷ്യരുടെ പിന്നാലെയാണോ? അതോ ഞാൻ എന്നിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നു? ഈ 3 ആത്മപരിശോധന ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവൻ്റെയും മനുഷ്യൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവൻ്റെയും അവനവൻ്റെ പിന്നാലെ അവനവനിൽ ആശ്രയം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവൻ്റെയും ഈ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാം ഈ മനുഷ്യരിലുള്ള ആശ്രയത്തിലാണ് ജീവിക്കുക. പലപ്പോഴും എന്നിലുള്ള ആശ്രയത്തിലാണ് ജീവിക്കുവാനും നാം ശ്രമിക്കുക. നാം വചനം കേൾക്കുന്നുണ്ടെങ്കിലും, വചനം വായിക്കുന്നുണ്ടെങ്കിലും, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, ഉപവസിക്കുന്നുണ്ടെങ്കിലും, നോമ്പനുഷ്ഠിക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ നമ്മുടെ ആശ്രയം ഒരിക്കലും ദൈവത്തിലാകുന്നില്ല എന്നാണ്. പല ഭാഗങ്ങളിൽ ദൈവത്തോടാണെങ്കിലും പലയിടങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വെക്കാതെ മനുഷ്യരിൽ ആശ്രയം വെച്ചുകൊണ്ട് പലപ്പോഴും നാം ജീവിക്കാറുണ്ട്. അവനവനിൽ ആശ്രയം വെച്ചുകൊണ്ട് പലപ്പോഴും മനുഷ്യർ ജീവിക്കുകയും ചെയ്യാറുണ്ട്. ഈ മനുഷ്യനിൽ ആശ്രയം എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. അതുപോലെ തന്നെ അവനവനിലെ ആശ്രയം എന്ന് പറയുന്നതും താൽക്കാലികം തന്നെയാണ്. കാരണം ഈ മനുഷ്യനിൽ ആശ്രയം കൊണ്ടിട്ട് നമുക്കൊന്നും നേടുവാനായിട്ട് കഴിയത്തില്ല. ഈ ലോകത്തിൽ ചിലതൊക്കെ മനുഷ്യനിൽ ആശ്രയം വെച്ചുകൊണ്ട് നേടുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിലും അത് ശാശ്വതമായി അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. മനുഷ്യനിൽ ആശ്രയം വീഴ്ചകളിലും പരാജയങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ നോമ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ധ്യാനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം ഒരു ആത്മപരിശോധനയുടെ അനുഭവത്തിലായിരിക്കണം. ഞാൻ മനുഷ്യനിലാണോ, എന്നിലാണോ, ദൈവത്തിലാണോ ആശ്രയം വെക്കുന്നത്? ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചിട്ട് നമുക്ക് പലപ്പോഴും നാം അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, ഏതവസ്ഥയിലാണോ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, അവിടെയൊക്കെ ദൈവം നമ്മെ കൈവിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നും തിരുവചനം പഠിപ്പിക്കും. അതുകൊണ്ടാണ് 23-ാമത്തെ സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നിനും കുറവില്ല. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അവനെ സമർപ്പണം, ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിലാണ്, ഇടയനാകുന്ന ദൈവത്തിലാണ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ നടത്തുന്നു, സ്വസ്ഥമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ നടത്തുന്നു, താഴ്വരങ്ങളിൽ കൂടെ വീണ്ടെടുക്കുന്നു. ദീർഘകാലം മുഴുവനും ദൈവാലയമുള്ള ബന്ധത്ത് ആത്മീയ തലത്തിൽ ഉയർത്തപ്പെടുവാനായിട്ട് ഇതൊക്കെ ഈ ദൈവത്തിന് ആശ്രമിക്കുന്ന ഒരു മനുഷ്യന് ലഭ്യമാവുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ്. അതേസമയം മനുഷ്യനിലും അവനവനിലും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കോട്ടങ്ങളും വേദപുസ്തകം ചൂണ്ടിക്കാണിക്കും. ഉദാഹരണമായി ഈ മൂഢനായ മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഉപമ നമുക്ക് വളരെ വ്യക്തമാണ്. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അധ്വാനിച്ചു, അവന് കുറേ നിലങ്ങളുണ്ടായിരുന്നു. ഈ നിലങ്ങളിൽ അവൻ കൃഷി ഇറക്കി, പലരെയും വിട്ട് അധ്വാനിച്ചു, അവസാനം അത് കൊയ്തെടുത്തു, കൊയ്ത് ഈ കളപ്പുരയിൽ കൂട്ടിവെച്ചു, അതിനെ വലുതാക്കി അതിനെ കൂട്ടിവെച്ച ശേഷം അവൻ ഇങ്ങനെയാ പറയുന്നത്, അവനോടുകൂടെ തിരുവചനം അവൻ അവനോടുകൂടെ പറയുന്നുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട്, ഇത് മാത്രമാണ് രക്ഷ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ അവനിലേക്ക് ആശ്രയം വെക്കുകയാണ്, അവനുള്ള ആശ്രയത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നേടുവാനായിട്ട് സഹായിച്ച ദൈവത്തെ മറന്നു പോകുന്നുണ്ട്. ഇതൊക്കെ സ്വന്തമാകുവാനായിട്ട് ഇടവരുത്തിയ ദൈവത്തെ മറന്നു പോകുന്നുണ്ട്. ഇതിനൊക്കെ മുഖാന്തരങ്ങൾ ഒരുക്കിയ ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു.
വസ്തുതകളുണ്ട്, ഇതൊക്കെ മറന്നു പോവുകയാണ്. ഇതൊക്കെ ത്യജിച്ച് കളഞ്ഞിട്ട് അവൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവിടെ കർത്താവ് ചോദ്യം ചോദിക്കുന്നുണ്ട്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചാൽ ഈ കൂട്ടി വെച്ചതൊക്കെ ആർക്കാകും? ഇപ്പോൾ മനുഷ്യനിലും അവനവനിലും ആണോ എൻ്റെ ആശ്രയമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും ചോദിക്കപ്പെടുമ്പോഴും ഈ മൂഢനായ ധനവാന്റെ ഈ ജീവിതം കൂടെ നാം ഒന്ന് ഓർത്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. മനുഷ്യനിൽ ആശ്രയം അത് പരാജയത്തിൻ്റെയും മരണത്താഴ്വരകളുടെയും അനുഭവങ്ങളിലേക്ക് എന്നെയും നിന്നെ കൊണ്ടുചെന്നെത്തിക്കപ്പെടുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയം ഒത്തിരിയേറെ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചന ക്രിസ്തു 12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ അവൻ ചിതറിക്കപ്പെടുന്ന പ്രവൃത്തികളിലും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയം വെക്കാത്തവൻ, ദൈവത്തിൻ്റെ പിന്നാലെ കടന്നു പോകാത്തവൻ, അവൻ എപ്പോഴും പ്രതികൂലമാണ്. അവനൊരിക്കലും അനുകൂലമായി ചിന്തിക്കുന്നില്ല, അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല, അനുകൂലമായി ജീവിക്കുന്നില്ല. ദൈവകൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ എപ്പോഴും ഈ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ കുറിച്ചിട്ട് പറയുന്നത് അവൻ ചിതറിക്കുന്നവനായി തീരുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിലെ ധ്യാന ചിന്തകളും ഏറെക്കുറെ അങ്ങനെയുള്ളതായിരുന്നു. ഈ ചിതറിക്കുക, പലരും നിങ്ങളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജീവിതങ്ങൾ കൊണ്ടൊക്കെ ചിതറിക്കുവാൻ ശ്രമിക്കും. തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ രാത്രി തിരുവചനം നമുക്ക് നൽകിയിട്ടുണ്ടായി. ഇവിടെയും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങളെ ചിതറിച്ചു കളയും. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം എന്നിലില്ല എങ്കിൽ ഞാൻ എപ്പോഴാണ് മനുഷ്യരിലും അവനവനിലും ആശ്രയിക്കപ്പെടുന്നത്, ആ ആശ്രയിക്കുന്ന മനുഷ്യൻ, പ്രിയമുള്ളവരെ, പലരെയും ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളെ ചിതറിക്കും, നിങ്ങളെ മാറ്റി നിർത്തും, നിങ്ങളെ അകറ്റും, നിങ്ങളെ തെറ്റിപ്പിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ രാത്രി തിരുവചനം നമുക്ക് നൽകിയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ നമുക്ക് കിട്ടും. പ്രധാനമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമാകുന്ന അവസ്ഥകളെ അവൻ അതിജീവിക്കുവാനായിട്ട് സഹായിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ട്, അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. പലപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതൊക്കെ നേടിയെന്ന്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാനിതൊക്കെ നേടിയെന്നാണ്. ചിലതൊക്കെ നേടുമ്പോഴും മനുഷ്യൻ എന്ന അഹങ്കാരത്തിൻ്റെ വാക്കിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടി, എൻ്റെ അധ്വാനം കൊണ്ട് നേടി, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ നേടി എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ നേടുവാനായിട്ട് സഹായിച്ച ഒരു ശക്തിയുണ്ട്. അതിനെ ഞാൻ നിങ്ങളും ത്യജിച്ച് കളയുക, മറന്നു കളയുക. അപ്പോൾ അതിനെ മറന്നു കളയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, ഈ ചിതറിക്കുന്ന അവസ്ഥയും അനുകൂലത്തിൽ നിന്നും പ്രതികൂലമാകുന്ന അവസ്ഥയിലേക്കും ഒരു സഭയെയും സമാജനത്തെ ഒക്കെ നയിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിത്തീരുന്നു എന്നാണ്. എപ്പോഴാണ് ദൈവത്തിൽ ആശ്രയം വെക്കുന്നത്, അവിടെയാണ് എനിക്ക് നേട്ടങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുക. എൻ്റെ പ്രതികൂല ജീവിതത്തെ, എൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് എനിക്ക് നൽകുന്നുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം ഈ കടലിൽ കൂടെ പടകിൽ യാത്ര ചെയ്യാം. പകൽ മുഴുവനും അധ്വാനിച്ചിട്ട് ക്ഷീണാവസ്ഥയിൽ നിന്ന് ക്രിസ്തു ഈ പടകിൻ്റെ അമരത്ത് തലവെച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. കാറ്റും തിരമാല അടിക്കേണ്ട പടകിനെ അവരുടെ ശക്തിയിൽ ആശ്രമിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാം അവിടെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു കൂടെ ഉണ്ടായിരിക്കുകയാണ്. യേശു ഉറങ്ങുകയാണ്, അവനെ വിളിക്കുന്നില്ല. അപ്പൊ യേശു ഉറങ്ങുമ്പോൾ ഈ പടകിനെ നിയന്ത്രിക്കുവാൻ അവനിൽ ആശ്രമിക്കുകയാണ്. ഈ 12 പേരും 12 പേരുടെ ശക്തിയിലും പരസ്പരമുള്ള ശക്തിയിലും ആശ്രമിച്ചിട്ട് ഈ പടകിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ഈ 12 പേരും ശക്തമായിട്ട് ഈ പടകിനെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചിട്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ യാത്ര എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ കൂടെ ആയിരുന്നു, പ്രതികൂലങ്ങളിൽ കൂടെ ആയിരുന്നു, തകർച്ചകളിൽ കൂടെ ആയിരുന്നു. ഈ തകർച്ചകളിൽ കൂടെയാണ് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത്. കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളൊന്ന് രക്ഷിക്കണമേ. അപ്പോൾ ദൈവത്തിലാണ് നീ ആശ്രമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ പ്രതികൂലമാവുന്ന അനുഭവങ്ങളെ മാറ്റി അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തരും. അത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതികൂലങ്ങൾ അതിജീവിക്കുവാനായിട്ടും പ്രതിസന്ധികൾ അതിജീവിക്കുവാനായിട്ടും മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ടൊക്കെ നമുക്ക് സാധ്യമാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുക. ശിഷ്യന്മാർ അവിടെ കരുത്തിൽ ആശ്രമിച്ചിട്ടൊന്നും നേടാനായിട്ട് കഴിഞ്ഞില്ല. ഈ സമയം ചെലവഴിക്കുക അല്ലാതെ, അല്ലെങ്കിൽ അവിടെ ശക്തി ചെലവഴിക്കുക അല്ലാതെ
അവിടെ കരുത്ത് ചെലവഴിക്കുകയല്ലാതെ അവർക്കൊന്നും നേടുവാനായിട്ട് കഴിയില്ല. അവിടെ വീഴ്ചയാണ്, പരാജയമാണ്, തകർച്ചയാണ് അവിടെ ജീവിതത്തിൽ കടന്നു വന്നത്. അത്തരത്തിലുള്ള അനുഭവമല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുക. ദൈവത്തിൽ ആശ്രയം അത് ഈ പ്രതികൂലമാവുന്ന ജീവിതത്തെ അനുകൂലമാവുന്ന അനുഭവത്തിൽ നമ്മെ കരം പിടിച്ച് നടത്തുന്നു എന്നാണ്. രണ്ടാമത്, ദൈവത്തിൽ നാം ആശ്രയിക്കണമെങ്കിൽ രണ്ടാമത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, കർത്താവ് എൻ്റെയും നിൻ്റെയും കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരിക്കുന്നു. 46-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ്. കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതാണ്. അപ്പോൾ കർത്താവുള്ള ആശ്രയം ഞാൻ മുറുകെ പിടിക്കുമ്പോൾ എൻ്റെ കഷ്ടതകൾ, എൻ്റെ വേദനകൾ, എൻ്റെ നിരാശകൾ, എൻ്റെ പ്രതിസന്ധി ഒക്കെ മാറി ഈ അനുകൂലമാകുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തെ കർത്താവ് എനിക്ക് നൽകും. ഞാൻ ആശ്രയം വെക്കേണ്ടത് ദൈവത്തിൽ തന്നെയാണ്. മൂന്നാമതും അവസാനമായി പറയുന്നുണ്ട്, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടെങ്കിൽ എനിക്ക് മൂന്നാമത് കിട്ടുന്ന അനുഗ്രഹം, മരണത്താഴ്വാരത്തിൽ നിന്നും അവൻ എന്നെ വീണ്ടെടുക്കുന്നു. മരണത്തിൻ്റെ ആ താഴ്വാരങ്ങളിൽ നിന്ന്, കരണത്തിൻ്റെ ആ ഒരു തീവ്രമായ അനുഭവത്തിൽ നിന്നും അവൻ എന്നെ വീണ്ടെടുക്കുന്നു. 23-ാമത്തെ സങ്കീർത്തനം പറയുന്നുണ്ട്, കൂരുകൾ താഴ്വരയിൽ കൂടെ കടന്നിരുന്നാലും ഞാൻ ഒരു നാളും ഭയപ്പെടുകയില്ല. കാരണം ഈ സങ്കീർത്തനക്കാരൻ ആശ്രമിക്കുന്നത് ദൈവത്തിലാണ്, അവന് മനുഷ്യനിലല്ല. നാം ഇന്ന് വായിച്ച് കേട്ട ഈ 64-ാമത്തെ സങ്കീർത്തനമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ശത്രു മുൻപിൽ നിൽക്കുമ്പോഴും ആ ശത്രുവിനെ തകർത്ത് കളയണമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവസാനം പറഞ്ഞ നീതിമാന്മാർ ഒരിക്കലും കുലുങ്ങി പോകത്തില്ല എന്നാണ് പറയും അവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നല്ല, വചനം പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ കൂരുളിൻ്റെ മരണത്താഴ്വരയിൽ കൂടെ നീ കടന്നു പോകേണ്ടി വന്നിരുന്നാലും നീ ദൈവത്തിലാണോ ആശ്രമിക്കുന്നത്, അവിടെ നിനക്ക് നേട്ടങ്ങൾ, രക്ഷ സ്വന്തമാക്കുവാൻ സാധ്യമാകും. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ ഇവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക. അവരെ കർത്താവിനെ ആരാധിച്ചത് കൊണ്ടും കർത്താവിൽ ആശ്രയം വെച്ചത് കൊണ്ടും കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടും മരണത്തിന്റെ താഴ്വാരങ്ങൾ എറിഞ്ഞുകളയുകയാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ കെട്ടപ്പെട്ട ആ ശരീരങ്ങളോടുകൂടെ തീച്ചുളയിൽ എറിയുമ്പോഴും അവിടെ ശരീരം വെന്തുപോകാതെ, അവരെ വസ്ത്രം ജീർണിച്ചു പോകാതെ, അവിടെ വസ്ത്രം കത്തിക്കരിഞ്ഞു പോകാതെ ദൈവം അവരെ സംരക്ഷിക്കുക. എന്തുകൊണ്ടാ അവരിങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നിരുന്നാലും നിന്നെ ഞങ്ങൾ ആരാധിക്കത്തില്ല, മരിക്കേണ്ടി വന്നിരുന്നാലും ജീവന്റെ ഉള്ള ദൈവത്തെ വിട്ട് ഞങ്ങൾ മാറിപ്പോകത്തില്ല. അപ്പൊ ആ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, ആ ഒരു ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ് അവരെ ആ മരണത്താഴ്വരയിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നത്. ഈ ദാനിയേലിനെയും അങ്ങനെ സിംഹക്കുട്ടിയിൽ എറിയുമ്പോൾ ആ സിംഹങ്ങളുടെ വായടച്ച് കർത്താവ് ദാനിയേൽ രക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ദാനിയേലും ദൈവത്തിന് ആശ്രമിച്ചു എന്നാണ്. അവൻ പതിവ് പോലെ തൻ്റെ മാളിക മുറിയിൽ കയറി കിളിവാതിൽ തുറന്ന് യെരൂശലേമിലേക്ക് നോക്കി പതിവ് പോലെ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചു. മുൻപിൽ മരണം എന്ന് കണ്ടിട്ട് പോലും അവൻ പിറുപിറുത്തില്ല, അവൻ പരാതി പറഞ്ഞില്ല, ആരോടും അവന് തൻ്റെ വേദന പങ്കുവച്ചില്ല. അവൻ്റെ വേദന പങ്കുവച്ചു ദൈവത്തോടുകൂടി, അവൻ ആശ്രമിച്ചു ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അവിടെയാണ് രക്ഷ നേടുവാനായിട്ട് ദാനിയേലിന് സാധ്യമായത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഞാൻ ആരോടാണ് നടക്കുന്നത്? ആരോടുകൂടിയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്? ആരോടുകൂടിയാണ് ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നത്? ആരോടുകൂടിയാണ് ഞാൻ എൻ്റെ വേദന പങ്കുവെക്കുന്നത്? മനുഷ്യനോടുകൂടിയാണോ ദൈവത്തോടു കൂടിയാണോ? മനുഷ്യനിലാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ആ ജീവിതത്തിൽ നേട്ടങ്ങളെക്കാളും പരാജയത്തിൻ്റെ കോട്ടങ്ങളുടെ അനുഭവത്തിൽ നിന്നെ കൈപിടിച്ച് നടത്തും. അതേസമയം ദൈവത്തിലാണോ നീ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകും. നിന്നെ അവൻ ചേർത്ത് പിടിക്കും. നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നിരുന്നാലും അനുകൂലമായി ജീവിക്കുവാനായിട്ട് സഹായിക്കുന്ന ദൈവകൃപ നിന്നിൽ കൂടെ ഉണ്ടാകും. വചനം മുറുകെ പിടിക്കാം, സ്വയം ആത്മപരിശോധന ചെയ്യാം. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന നാൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, പരിശുദ്ധ കർത്താവേ,